നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകമേറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഫൈനലിസിമ നശിപ്പിച്ച് കയ്യിൽ തന്നത് ആരാണ്? യുവേഫയാണോ, കോൺമെബോളാണോ, എഎഫ്ഐ ആണോ, RFEF ആണോ? കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എഫയുടെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം അക്കമിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നിരത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, എഫയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എല്ലാവരെയും കാര്യങ്ങൾ അറിയിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സത്യം എന്താണെന്ന് ക്ലാരിറ്റിയോടുകൂടി, അതോടൊപ്പം തന്നെ സുതാര്യതയോടുകൂടി എല്ലാവരും അറിയണം എന്തുകൊണ്ട് അർജന്റീന വേഴ്സസ് സ്പെയിൻ മത്സരം അൾട്ടിമേറ്റ്ലി നടക്കാതെ പോയി, ഫൈനലിസ്റ്റ് നടക്കാതെ പോയി എന്നുള്ളതിന്. എന്നിട്ട് അദ്ദേഹം അക്കമിട്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, തുടക്കം മുതൽ തന്നെ ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ കളി ഒരു ന്യൂട്രൽ വെന്യൂവിൽ നടത്തണം. അതാണ് സ്പോർട്സ്മാൻഷിപ്പിനും ഇക്വിറ്റിക്കും ഒക്കെ നല്ലത്. അതാണ് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. രണ്ടാമത്തെ കാര്യം, മാഡ്രിഡിൽ കളി നടത്താം എന്നുള്ള പ്രപ്പോസൽ ഞങ്ങൾ ശരിക്കും അറിയുന്നത് മീഡിയയിലൂടെയാണ്. അത് ശരിയായിട്ടുള്ളൊരു പ്രിൻസിപ്പിളല്ല. തുടക്കത്തിൽ ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോയത്. മൂന്നാമത്തെ കാര്യം, പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത് ന്യൂട്രൽ വെന്യൂവിൽ ഇറ്റലിയിൽ മാർച്ച് 27 കളി നടത്താം എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. ഞങ്ങൾ വെന്യൂവിൽ കളിക്കാം, ഇറ്റലി കളിക്കാം. ഞങ്ങളത് സ്വീകരിച്ചു. വിത്തൗട്ട് എനി ഒബ്ജെക്ഷൻ, ഒരു എതിർപ്പും പറയാതെ ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷെ ഒരു ചെറിയ റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചു, കളി മാർച്ച് 31 മാറ്റണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇതാണ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അടുത്തത്. ദെൻ അതിനുശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യുവേഫ ആ ഡേറ്റ് ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള അഗ്രിമെൻറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല അറിയിച്ചുകൊണ്ട് മത്സരം ക്യാൻസൽ ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഇതാണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ ടാപ്പിയ പറയുന്നത്, കളി നടത്താൻ തയ്യാറായിരുന്നു, എല്ലാ തരത്തിലും അർജൻറ്റീനയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡേറ്റ് മാറ്റാൻ വേണ്ടി പറഞ്ഞത് യുവേഫയ്ക്ക് എന്തുകൊണ്ടോ പിടിച്ചില്ല, കളി വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എഫയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ വലിയ ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾ കളി നടത്താനുള്ള എല്ലാ വില്ലിങ്നെസ്സും എഫേർട്ടും ഒക്കെ എടുത്തിരുന്നു, എന്നിട്ടും അത് സംഭവിക്കുന്നില്ല. ഇത് ഫുട്ബോൾ ലോകം വളരെ ഈഗേർലി വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു കളിയായിരുന്നു, ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന കളിയായിരുന്നു. അത് നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ വലിയ ഖേദമുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഇനി വരും. നമ്മൾ എന്താണ് ഇതിൽ സംഭവിച്ചതെന്നുള്ളത് പിന്നാലെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.